വെളിപ്പാട് പുസ്തക പഠനം പാർട്ട് നമ്പർ 65. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങളിൽ സിംഹാസനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ പ്രധാനമായി 2 സിംഹാസനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതായി വന്നു. ഒന്ന് ക്രിസ്തുവിൻ്റെ സിംഹാസനം എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഭക്തന്മാർക്ക് പ്രതിഫലങ്ങൾ കണക്കിട്ട് കൊടുക്കുന്ന സ്ഥലം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ക്രിസ്തുവിൻ്റെ സിംഹാസനവും വെള്ളസിംഹാസനവും രണ്ടും രണ്ട് സമയത്ത് നടക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പ്രതിഫലങ്ങൾ വാങ്ങി ദൈവത്തിന് നന്ദി പറഞ്ഞു പോകുമ്പോൾ, വെള്ളസിംഹാസനത്തിലെ ന്യായവിധി ക്രിസ്തുവിനെ വിശ്വസിക്കാതെ മരിച്ചുപോയവർക്കുള്ള ന്യായവിധിയാണ്. ന്യായവിധി എന്താണ് എന്ന് തിരുവെഴുത്ത് വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നവകാശപ്പെട്ട് ഈ ഭൂമിയിൽ വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതെ ഈ ഭൂപ്പരപ്പിൽ ജീവിച്ച് മരിച്ചവരെ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധിക്കായി എഴുന്നേൽക്കേണ്ടതായി വരും. ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ അവർ ന്യായവിധിക്ക് അർഹനാകുകയാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മരണത്തിനപ്പുറത്ത് ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് ദൈവവചനം വ്യക്തമാക്കുന്ന കാര്യമാണല്ലോ. ആ ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് വെള്ളസിംഹാസനത്തിലെ ന്യായവിധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർ ആബാലവൃത്തം ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ നിൽക്കേണ്ടതായി വരും. സ്ഥാനവലുപ്പം കൂടാതെ സകല മനുഷ്യരും, ആണെന്നോ പെണ്ണെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ പണ്ഡിതരെന്നോ പാമരെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെട്ടു വരും. 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകാശവും ഭൂമിയും ഓടിപ്പോയി എന്ന്. മനുഷ്യൻ ഇന്ന് ആശ്രയിക്കുന്ന 2 കാര്യങ്ങളാണ് ആകാശവും ഭൂമിയും. ഇവ രണ്ടും ഓടിപ്പോയതിനാൽ മനുഷ്യൻ്റെ ആശ അറ്റുപോയി എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത്. ഓടിപ്പോയി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അകന്നു മാറിപ്പോയി എന്ന ആശയം വരുന്ന മൂലഭാഷയിലാണ്. 50-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ ആകാശത്തെ സാക്ഷിയായി വിളിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയെയും സാക്ഷിയായി വിളിക്കുമെന്ന് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പൊടി സാക്ഷ്യം പറയും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുവരിന്റെ കല്ല് നിലവിളിക്കും എന്നും, ആകയാൽ ആകാശവും ഭൂമിയും സാക്ഷി പറയാൻ ഭയത്തോടെ മാറി നിൽക്കുന്നു എന്ന ആശയമാണ് ഈ ഭാഗത്തു നിന്ന് നൽകുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ മരിച്ചവർ ആബാലവൃദ്ധം എന്ന വാക്ക് ശ്രദ്ധേയമാണ്. മരിച്ചിട്ട് ഉയർത്ത ദുഷ്ടന്മാർ മാത്രം ഇവിടെ കാണുന്നു എന്നതാണ്. ജീവനോടെ ഇരിക്കുന്നവരെ എല്ലാം നരകത്തിൽ തള്ളുമെന്ന് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വലിയവരും ചെറിയവരും എന്നത് അവസ്ഥയെയാണ് കാണിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുസ്തകങ്ങൾ തുറന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പുസ്തകം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. 69-ാം സങ്കീർത്തനത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ബുക്ക് ഓഫ് ദി ലിവിങ് എന്ന് കാണുന്നു. ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാണ്, അഥവാ വീണ്ടും ജനിച്ചവരുടെ പുസ്തകം എന്നാണ് ജീവപുസ്തകം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം ന്യായവിധിക്ക് അർഹരായിത്തീരുന്നു എന്നുള്ളതാണ്. ഓരോ പാപത്തിൻ്റെയും വിധി എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് ബോധ്യമാക്കിയിട്ടാണ് നരകത്തിലേക്ക് തള്ളുന്നത് എന്ന ആശയമാണ് ഇവിടെ നൽകുന്നത്. വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പാകെ രക്ഷിക്കപ്പെടാത്തവർ വന്നു നിന്ന് തങ്ങൾ ന്യായവിധിക്ക് യോഗ്യരാണ് എന്ന ബോധ്യത്തോടെ നരകത്തിലേക്ക് പോകുന്നു എന്നുള്ളത് എത്രയോ ഭയാനകരമായ കാര്യമാണ്. പ്രവൃത്തിക്ക് തക്കവണ്ണമായിരിക്കും എന്ന് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിലും 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. നരകത്തിലെ അവസ്ഥയെക്കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. ഗോഡ് ബ്ലസ് യു.